ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയി. അപ്പോൾ ഇന്ന് റെഡിയാക്കുന്നത് സ്വീറ്റ് ബൺ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു സ്വീറ്റ് ബണ്ണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്ക്. അപ്പം ആദ്യം തന്നെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ, പിന്നെ കുറച്ച് വാം മിൽക്കാണ്. അപ്പം അത് ഒരു ഏകദേശം 250 ml ഒരു കപ്പ്. അപ്പം അത്രയും മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് ഇതിനെ ഒന്ന് അടച്ചു വെക്കുക, അതൊന്ന് ഫെർമെൻ്റ് ആകട്ടെ. അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ളത് ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു എഗ്ഗ്, അത് രണ്ടും വേണം കേട്ടോ, വൈറ്റും യെല്ലോയും വേണം. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ എടുത്ത് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാണ്ട് ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. ഒന്ന് മിക്സ് ചെയ്താൽ മതി, അത്ര തന്നെ. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി വീണ്ടും ആഡ് ചെയ്തു. ഇനി നമ്മൾ ഒരു 1.5 കപ്പോളമാണ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് വീണ്ടും നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഒരുമിച്ചിട്ട് അങ്ങ് കട്ടയാക്കരുത്. അപ്പോൾ ആദ്യം നമ്മളൊരു കപ്പിട്ടു, പിന്നെ ഒരു 1/2 കപ്പും കൂടി ഇട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് കൈവച്ച് നന്നായിട്ട് ഞാൻ മിക്സ് കുഴച്ചെടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട്, നമ്മൾ എത്രമാത്രം നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കുന്നോ അത്രയും നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റാകും. അപ്പോൾ ഞാൻ ഈ ബൗളിൽ കുറച്ചൊരു ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമുക്കിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 25 മിനിറ്റ്സോളം നമ്മൾ വെച്ചിരുന്നാൽ മതി. കൂടുതൽ സമയം കൂടിയാൽ ഒരു 45 മിനിറ്റ്സ്, അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പുളിച്ചു പോകും. നമ്മളൊരു 25 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു ക്ലിയർ റാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് ഇത് ചെയ്ത് അടച്ച് വയ്ക്കുക. അല്ലെങ്കിൽ സാധാരണ അടപ്പ് വെച്ചിട്ട് അടച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും റെസ്റ്റ് ചെയ്യുക ഒരു 25 മിനിറ്റ്സ്. ഇപ്പം 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഡബിൾ സൈസിലേക്ക് വന്നു, കണ്ടോ. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന സൈസ് അല്ലല്ലോ, ഇപ്പം നല്ല ഡബിൾ സൈസിലേക്ക് വന്ന്. അപ്പോൾ അതിനർത്ഥം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ബണ്ണ് റെഡി ആയി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി കൗണ്ടർ ടോപ്പിലിട്ട് നമ്മൾ നന്നായിട്ടൊന്നുകൂടെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ചെറിയ ബണ്ണിൻ്റെ സൈസിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ടൈമിൽ നമ്മൾ അധികം ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒരു ബോൾ രൂപത്തിലാക്കി വെക്കുക. നമ്മളിനി ട്രേയിലേക്ക് വെക്കുമ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഷേപ്പിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ട്രേയിലാണെങ്കിൽ ഞാനൊരു ബട്ടർ ഷീറ്റൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആ ട്രേ മാറ്റത്തൊന്നുമില്ല, ഇതിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ബണ്ണിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് നമ്മളിതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ബേക്കായി വരുമ്പോഴും നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ബോള് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് ഇവിടെ ഇരുന്നത് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ഇത് വീണ്ടും സൈസ് വലുതാകും. അപ്പം ഞാനൊരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മിൽക്കും കൂടെ, ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ബണ്ണിൻ്റെ പുറത്ത് ഒന്ന് എഗ്ഗ് വാഷ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും ബണ്ണിന്. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ സൈസൊക്കെ വലുതായി വന്നിട്ടുണ്ട്, കണ്ടോ. ഓയിലൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ നല്ലൊരു സൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് വാഷ് ചെയ്യാം.
അപ്പം എല്ലാം ഞാൻ എഗ് വാഷ് ചെയ്തു. ഇനി നമ്മൾ ഓവനിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അത് ഞാനൊരു 5 മിനിറ്റ്സ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു 180-ൽ. ഇനി ഒരു 20 മിനിറ്റ്സ് ഏകദേശം 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് ബേക്കായി കിട്ടും. നമ്മുടെ സ്വീറ്റ് ബണ്ണ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇതിനി നമുക്ക് പുറത്തേക്ക് എടുക്കണമെന്ന്. അപ്പം നമ്മുടെ സ്വീറ്റ് ബണ്ണ് റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, എൻ്റെ കിച്ചണിലെ ലൈറ്റ് ആണെങ്കിൽ ഒരു യെല്ലോയിഷ് കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കളർ ചേഞ്ച് കാണുന്നത്. കണ്ടോ, സൂപ്പറല്ലേ. അപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ സ്വീറ്റ് മധുരം ആഡ് ചെയ്യാം. ഷുഗർ കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആകും. ഇത് അധികം സ്വീറ്റ് ഇല്ല, നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം ഷുഗറല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഗ്ലോസി ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വീറ്റ് ബണ്ണ് റെഡിയാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാതെ കാണുന്നവർ പിന്നെ ലൈക്കും ഷെയറും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ആരും വിട്ടു പോകരുത്. പിന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുന്ന പോലെ നല്ലതായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതായിട്ട് മസാജ് സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ എത്രമാത്രം നമ്മൾ കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റായിട്ടായിരിക്കും ബണ്ണ് കിട്ടുന്നത്. കണ്ടോ, അപ്പം ഞാനത് ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.